1959-60 മത്സരത്തിലാണ് ജമ്മു ആൻഡ് കശ്മീർ ടീം രഞ്ജിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് 2 ദശാബ്ദത്തോളം അവർ വെറുമൊരു പേര് മാത്രമായിരുന്നു. ഒരു ഈസി മാച്ച്. 1982-83 സീസണിലാണ് ടീമിന് ആദ്യ വിജയം പോലും കാണാനായത്. സമാധാനത്തിനും അസ്തിത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ക്രിക്കറ്റ് പോലെ ഒരു കളിക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു. 1986 ശേഷം അവിടെ ഒരു ഇന്റർനാഷണൽ മാച്ച് പോലും നടന്നിട്ടില്ല. 1988 മഴ കാരണം ഒരു ODI മാറ്റിവെച്ചതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. എങ്കിലും ജമ്മുവിന്റെ മണ്ണിൽ ക്രിക്കറ്റിനോടുള്ള ആരാധന അവസാനിച്ചിരുന്നില്ല. അവർ ആ കളിയെ ആകാംക്ഷപൂർവ്വം കണ്ടുകൊണ്ടേയിരുന്നു. ഇന്റർനാഷണൽ ഫിക്സ്ചേഴ്സ് അവർ ഫോളോ ചെയ്തിരുന്നു. കർഫ്യൂകൾക്കും അനിശ്ചിതത്വത്തിനുമിടയിൽ ക്രിക്കറ്റ് മാച്ചുകൾ അവർക്ക് തങ്ങൾ ഇന്ത്യക്കാരാണെന്ന വികാരം പകർന്നു. രാജ്യത്തെ മറ്റ് പല സ്ഥലങ്ങളിലെ പോലെ അവിടെയും പല ഡൊമസ്റ്റിക് താരങ്ങളും ആരാധനാപാത്രങ്ങളായി. മുംബൈ, ഡൽഹി, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലെ പ്ലെയേഴ്സ് ചിരപരിചിതരായി. അപ്പോഴും ഒരു ചോദ്യം അവരുടെ മനസ്സിൽ മായാതെ നിന്നു. എന്നാണ് ജമ്മു ആൻഡ് കശ്മീരിന്റെ മണ്ണിൽ നിന്നും വന്ന ക്രിക്കറ്റേഴ്സിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിര സാന്നിധ്യമായി സ്ക്രീനുകളിൽ കാണാൻ സാധിക്കുക? തങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരാനായി അവർ ക്രിക്കറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. അയൽപ്പക്കങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അവരുടെ മൈതാനമായി. പ്ലാസ്റ്റിക് ബാറ്റുകളായിരുന്നു കുട്ടികളുടെ കൂട്ട്. ടെന്നീസ് ബോളിന്റെ പുറത്തുകൂടെ അവർ ടേപ്പ് വരിഞ്ഞു ചുറ്റി പന്തിന് ഭാരവും സ്വിങ്ങും കൂട്ടി. ചുവരുകളിൽ ചോക്ക് കൊണ്ട് സ്റ്റമ്പ് വരച്ചവർ മാച്ചുകൾ ഓരോന്നായി കളിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാനേജ്മെന്റിൽ സജീവമായിരുന്നു. ഒരിക്കൽ 6 ജമ്മു ആൻഡ് കശ്മീർ താരങ്ങൾ ആന്ധ്രയുമായുള്ള മത്സരം ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ജമ്മു ആൻഡ് കശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണങ്ങളായിരുന്നു. മാനേജ്മെന്റിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഈ പതനത്തിന് വേഗത കൂട്ടി.